Good morning students. Today we move on to see the next part of crystal field theory. In the last class we have seen the crystal field splitting occur in octahedral complexes, and today we are going to see how crystal field splitting occurs in a tetrahedral complexes. Okay, so for a tetrahedral complex we consider the regular tetrahedron as a ക്യൂബ്. ഓക്കെ, അങ്ങനെ ഒരു ക്യൂബായിട്ട് കൺസിഡർ ചെയ്താൽ നമുക്ക് അതിൻ്റെ എന്താണ് സ്പ്ലിറ്റിംഗ് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് വി ആർ കൺസിഡറിങ് ദാറ്റ് ഇറ്റ് ഹാസ് ദ റെഗുലർ ടെട്രാഹെഡ്രൻ ഈസ് റിലേറ്റഡ് ടു എ ക്യൂബ്. ഒരു ക്യൂബുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വി ആർ ഡിസ്കസിങ് ഹൗ ദ സ്പ്ലിറ്റിംഗ് ഒക്കേഴ്സ്. ഓക്കെ, in this cube the four corners of the cube are occupied by the four ligands. Okay, so you are seeing these yellow balls are the four ligands that are present at the four corners of the cube. Out of the 8 corners, 4 corners are occupied by these ligands. Okay, now this blue line represents, this is the x-axis, this is a y-axis, and this is a z-axis. Okay, so this blue lines represents a x, y and z-axis. Okay, now you can see earlier like that we have discussed in the octahedral field. Here also we can consider that here we have a cube here. Okay, so you have a cube. Okay, in the center you have a metal, then here you have an x-axis, here you have a y-axis, and here you have an z-axis. Okay, then what happens, one ligand is present here, another one is present. നമ്മുടെ ആ ഡയഗ്രാം വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇവിടെ എടുക്കാം present here, then one present here and another one present here. Okay, so you can see the ligands are coming in between the axes. അല്ലെ, ligands ഏത് വഴി കൂടെയാണ് വരുന്നത്? they are coming through the gap in between the axes. ഓക്കെ, അങ്ങനെ ഇൻ ബിറ്റ്വീൻ ദ ആക്സിസ് ആണ് ലിഗാൻഡ് വരുന്നതെങ്കിൽ ഇവിടെ അപ്പം നമ്മൾ ആരുടെയൊക്കെ പൊസിഷൻ പറഞ്ഞു? ഒരു ക്യൂബ് പറഞ്ഞു, ക്യൂബിൻ്റെ സെൻട്രൽ പൊസിഷനിൽ യു ഹാവ് എ മെറ്റൽ പറഞ്ഞു. ദെൻ ദ ലിഗാൻഡ്സ് ആർ ഓക്യുപ്പൈസ് അറ്റ് ദ 4 കോർണേഴ്സ്, ആൻഡ് ദ 4 കോർണേഴ്സ് എവിടെയാണ് നിൽക്കുന്നത്? ദിസ് 4 കോർണേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ബിറ്റ്വീൻ ദ ആക്സിസ്. അല്ലേ, ഈ കോർണേഴ്സ് വരുന്നത് ഇൻ ബിറ്റ്വീൻ ദ ആക്സിസ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ലിഗാൻഡ് ഈസ് ഇൻ ബിറ്റ്വീൻ ദ ആക്സിസ്. ഓക്കെ, അപ്പം മെറ്റലിൻ്റെ കാര്യവുമായി ലിഗാൻഡിൻ്റെ കാര്യം. ഇനി നമ്മൾ നെക്സ്റ്റ് കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണ്? മെറ്റലിൻ്റെ ഡി ഓർബിറ്റൽസ് എങ്ങനെ വരും അല്ലേ? മെറ്റലിൻ്റെ ഡി ഓർബിറ്റൽസ് നോക്കിയാൽ നമുക്കറിയാം ഏതൊക്കെ ഡി ഓർബിറ്റൽസിനാണ് ഇൻ ബിറ്റ്വീൻ ദ ആക്സിസ് ലോബ്സ് വരുന്നത്. ഇഫ് യു ഹാവ് ഡി എക്സ് വൈ, ദെൻ ഡി വൈ എക്സ് ആൻഡ് ഓൾസോ ഡി വൈ ഇസഡ് ഉണ്ടെങ്കിൽ ദേ ഹാവ് ദ ലോബ്സ് ഇൻ ബിറ്റ്വീൻ ദ ആക്സിസ്. അല്ലേ, ഇതിങ്ങനെ നിൽക്കും ആണല്ലോ, ഞാൻ വരയ്ക്കുന്ന കറക്റ്റ് അല്ലേ? ഒരു രണ്ട് ആക്സിസിൻ്റെ ഇടയ്ക്ക് ആര് നിൽക്കും? ലോബ്സ് നിൽക്കും. ഓക്കെ, ഇഫ് യു ടേക്ക് ദ T2G, അല്ലെങ്കിൽ T2G നമ്മൾ പറയണ്ട, ജസ്റ്റ് വി ക്യാൻ സേ ദാറ്റ് ഇഫ് യു ടേക്ക് ദിസ് ഡി എക്സ് വൈ, ഡി വൈ ഇസഡ് ആൻഡ് ഡി എക്സ് വൈ ആൻഡ് ഡി വൈ ഇസഡ്. ഓക്കെ, ദിസ് ഈസ് ഓക്കെ എക്സിസഡ്. ഓക്കെ, നിങ്ങൾ ഈ 3 ലിഗാൻഡ്സ് എടുത്താൽ ദേ ഹാവ് ദ ലോബ് ഇൻ ബിറ്റ്വീൻ ദ ആക്സസ്. അല്ലേ, അവർക്ക് എവിടെ ലോബ്സ് കാണും? ഇൻ ബിറ്റ്വീൻ ദ ആക്സസ് കാണും. സോ ഇവിടെ ഏത് ലിഗാൻഡ്സുമായിട്ടായിരിക്കും ലിഗാൻഡിന് കൂടുതൽ ഇൻട്രാക്ഷൻ വരിക? ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ ലിഗാൻഡിൻ്റെ ഇലക്ട്രോൺ ഇവിടെയാണ് നിൽക്കുന്നത്, അതുപോലെ ലോബ്സിൻ്റെ ഇലക്ട്രോൺ ഇവിടെയാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ ഡയറക്റ്റ് കോയിൻസിഡൻസ് ആര് തമ്മിലില്ല, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മൾ നേരത്തെ കണ്ട ഒക്ടാഹെഡ്രൽ നിങ്ങൾ കണ്ടാൽ ഈ ഒരു ആക്സിസിൽ കൂടെ ലിഗാൻഡ് വരുമ്പോൾ ഈ ആക്സിസിൽ തന്നെ ആരും ഉണ്ടാവും? ലോബ്സും ഉണ്ടാവും. അല്ലേ, ആക്സിസിൽ തന്നെ ആരുടെ ലോബ്സ് ഉണ്ടാവും? മെറ്റലിൻ്റെ ലോബും ഉണ്ടാവും. സോ ദർ ഇസ് എ ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ലിഗാൻഡ് ആൻഡ് മെറ്റൽ ഇലക്ട്രോൺസ്. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ലിഗാൻഡിൻ്റെ ഇലക്ട്രോൺ ഇവിടെയാണ് ഇരിക്കുന്നത്, ലോബ് എവിടെയാണ് ഇരിക്കുന്നത്? കുറച്ച് മാറിയാണ്. കാരണം ഇൻ ബിറ്റ്വീൻ ദ ആക്സിസ് എന്ന് പറയുമ്പോൾ ദർ ഈസ് എ ലോട്ട് ഓഫ് സ്പേസ് ദെയർ. അല്ലേ, ആ സ്പേസിൽ ഒരിടത്തായിരിക്കും ആരിയ്ക്കുക? മെറ്റലിൻ്റെ ലോബ് ഇരിക്കുക, വേറൊരിടത്തായിരിക്കും ലിഗാൻഡ് ഇരിക്കുക. സോ ദർ ഈസ് നോ ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ലോബ്സ് ആൻഡ് ഓൾസോ ദ ലിഗാൻഡ്. ഓക്കെ, അപ്പം ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ഇല്ല, പക്ഷേ ദർ ഇസ് എ സ്മോൾ ഇൻട്രാക്ഷൻ. സോ അപ്പം നമുക്ക് ഡി ഓർബിറ്റൽസിൻ്റെ സ്പ്ലിറ്റിംഗ് നോക്കാം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
നമ്മൾ ഒരു ടെട്രാഹെഡ്രൺ കൺസിഡർ ചെയ്യാം. വി ആർ കൺസിഡർ ഇറ്റ് ആസ് എ ക്യൂബായിട്ട് കൺസിഡർ ചെയ്യുന്നു. ആ ക്യൂബിൻ്റെ സെൻറ്ററിൽ യു ഹാവ് ദ മെറ്റൽ ആറ്റം ആൻഡ് ദ 4 corners of the cubes are occupied by the ligands, 4 ligands. Now you can see the ligand position is in between the axis. Okay, ligandൻ്റെ പൊസിഷൻ in between the axis ആയതുകൊണ്ട് തന്നെ എന്താണ് DXY, DYZ ആൻഡ് ഓൾസോ DXZ ലോബ്സിനാണ്, അല്ലെങ്കിൽ XZ ഓർബിറ്റൽസിൻ്റെ ലോബ്സുമായിട്ടായിരിക്കും അതിന് ഈ ലിഗാൻഡിന് എന്തുണ്ടാവുക, ഇൻട്രാക്ഷൻസ് ഉണ്ടാവുക അല്ലേ. ഈ ഒരു ലോബും ഈ ഒരു ലിഗാൻഡുമായിട്ടായിരിക്കും ഇൻട്രാക്ഷൻസ് ഉണ്ടാവുക. സോ നമുക്ക് ഡി ഓർബിറ്റൽസിൻ്റെ എനർജി ഒന്ന് നോക്കാം. ദിസ് ഈസ് ദ 5 ഡി ഓർബിറ്റൽസ് ഇൻ ദ ഫ്രീ മെറ്റലാണ് അല്ലേ. ഫ്രീ മെറ്റലിനകത്തുള്ള 5 ഡി ഓർബിറ്റൽസ് കാണിച്ചിരിക്കുന്നു. ഇനി നമ്മൾ നേരത്തെ ഒക്ടാഹെഡ്രൽ കണ്ട അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഫീൽഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇവിടെ ഒരു മെറ്റൽ ഇരിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു മെറ്റൽ ഇരുന്നാൽ അതിൻ്റെ വളരെ ഒരു ഔട്ടർ സറൗണ്ടിങ്സിൽ എന്ത് പറ്റുന്നു, ഇഫ് ദ നെഗറ്റീവ് ചാർജ് കംസ് ദെൻ എന്ത് പറ്റുന്നു, ഓൾ ദ 5 ഡി ഓർബിറ്റൽസ് ഗോട്ട് ആൻ ഇൻക്രീസ് ഇൻ എനർജി, അല്ലെ അവർ ചെറുതായിട്ട് എനർജി ഇൻക്രീസ് ചെയ്യുന്നു. നെക്സ്റ്റ് എന്താ സംഭവിക്കുന്നത്, ദ ലിഗാൻഡ് അപ്രോച്ച് ടുവേർഡ്സ് എ മെറ്റൽ ത്രൂ ദ കോർണേഴ്സ് ഓഫ് ദ ക്യൂബ് അല്ലേ. ദേ അപ്രോച്ച് ടു ദ മെറ്റൽ ത്രൂ ദ കോർണേഴ്സ് ഓഫ് ദ ക്യൂബ്. അപ്പോൾ എന്ത് പറ്റുന്നു, കോർണേഴ്സ് ഓഫ് ദ ക്യൂബിൽ കൂടെ അകത്തോട്ട് കയറുമ്പോൾ ആരുമായിട്ടാണ് കൂടുതൽ ഇൻട്രാക്ഷൻ വരിക, ദീസ് 3 ഓർബിറ്റൽസ് അല്ലേ, DXY അതുപോലെ തന്നെ DXZ ആൻഡ് DYZ ഓർബിറ്റൽസുമായിട്ട് കൂടുതൽ ഇൻട്രാക്ഷൻസ് വരുന്നു. സോ ദെയർ എനർജി വിൽ ഗെറ്റ് ഇൻക്രീസ്ഡ്. വേറസ് ദ dx square minus y square and dz square orbital they got a decrease in energy. ഓക്കെ, പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട്. കാരണം DX² - y² DZ² എവിടെയാണ് ഇരിക്കുന്നത്, ഇവിടെയാണ് ഇരിക്കുന്നത്. ലോബ് ഇരിക്കുന്നത് എവിടെയാണ്, ത്രൂ ദ ആക്സിസ് ആണ്. സോ ദേ ഗോട്ട് ഡിക്രീസ് ഇൻ എനർജി അല്ലേ. നമുക്ക് പറയാം എന്താണ്, ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് DX² - y² DZ² എടുത്താൽ, ഇപ്പോൾ ഇതാണ് നിങ്ങളുടെ ആക്സിസ് അല്ലേ, ഇതാണ് നമ്മുടെ ആക്സിസ് എങ്കിൽ അവരുടെ ലോബ് ഇവിടെയാണ് ഇരിക്കുന്നത്, നിങ്ങളുടെ ലിഗാൻഡ് എവിടെയാണ് ഇരിക്കുന്നത്, ഇവിടെയാണ് ഇരിക്കുന്നത്. സോ ദർ ഈസ് നോ ഡയറക്റ്റ് ഇൻട്രാക്ഷൻ. അപ്പം ഇവർക്ക് എന്ത് പറ്റുന്നു, ലോ എനർജി ആയിട്ട് മാറും. അതേ സമയത്ത് നിങ്ങളുടെ അടുത്ത ഓർബിറ്റൽസ് എന്താണ്, DXY DXZ ആൻഡ് ഓൾസോ DYZ എടുത്താൽ എന്താ പറ്റുന്നത്, ദേ ഹാവ് ദ ലോബ്സ് എവിടെയാണ്, അവരുടെ ലോബ് എവിടെയാണ് ഇരിക്കുന്നത്, ഇവിടെയാണ് ഇരിക്കുന്നത് അല്ലേ. ദേ ഹാവ് ദ ലോബ്സ് ഹിയർ. സോ എന്താണ്, ചെറിയൊരു ഇൻട്രാക്ഷൻ ആര് തമ്മിലുണ്ടാകുന്നു, ഈ ലിഗാൻഡും ഈ ഇലക്ട്രോൺസും തമ്മിലുണ്ടാകുന്നു. സോ ദെയർ എനർജി ഗെറ്റ്, ദിസ് ഗ്രൂപ്പിൻ്റെ ഓർബിറ്റൽസിൻ്റെ എനർജി ഗെറ്റ് ഇൻക്രീസ്ഡ്, വേറസ് ഈ ഗ്രൂപ്പിൻ്റെ എനർജി ഗെറ്റ് ഡിക്രീസ്ഡ്. ഓക്കെ, ഇനി നമ്മൾ ഈ താഴത്തെ ദാറ്റ് ഈസ് DX² - y² DZ² നമ്മളിവിടെ ഡിനോട്ട് ചെയ്യുന്നത് ജസ്റ്റ് E എന്ന് മാത്രമേ ഡിനോട്ട് ചെയ്യുള്ളൂ. എന്താണെന്ന് വെച്ചാൽ മറ്റേ ഒക്ടാഹെഡ്രലാണെങ്കിൽ നമ്മൾ EG എന്ന് പറഞ്ഞില്ലേ, ഇവിടെ G ടേം പറയാൻ പറ്റത്തില്ല, ബിക്കോസ് ദിസ് സിസ്റ്റം ഡസൻ ഹാവ് എ ജെറൈഡ് സിമിട്രി. ഇവിടെ ജെറൈഡ് സിമിട്രി ഇല്ലാത്തത് കൊണ്ട് നമ്മളിതിനെ എന്തെന്ന് വിളിക്കുന്നു, E എന്ന് മാത്രമേ റെപ്രസെൻ്റ് ചെയ്യുള്ളൂ. എന്താണ് E കൊണ്ട് മീൻ ചെയ്യുന്നത്, ഇറ്റ് ഈസ് ഡബ്ലി ഡീജനറേറ്റ്. ഓക്കെ, അതുപോലെ ഈ സെറ്റ് ഹയർ എനർജി ഓഫ് ദിസ് സെറ്റിനെ നിങ്ങൾ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്, T2. അഗെയിൻ നോ G. എന്തുകൊണ്ടാണ്, ബിക്കോസ് ദിസ് ഈസ് നോട്ട് ജെറൈഡ് സിമിട്രി, ദിസ് ഡസൻ ഹാവ് എ ജെറൈഡ് സിമിട്രി ആൻഡ് T2 ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇറ്റ് ഈസ് ട്രിപ്ലി ഡീജനറേറ്റ്. ഓക്കെ, അപ്പം ടെട്രാഹെഡ്രൽ ഫീൽഡിൽ ലിഗാൻസ് സ്പ്ലിറ്റ് ചെയ്യുന്ന എന്താണ്, ഹയർ T2 ഓർബിറ്റൽസും അതുപോലെ തന്നെ ലോവർ E ഓർബിറ്റൽസുമായിട്ടാണ് ലിഗാൻസ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ആ എനർജി ഗ്യാപ്പിനെ പറ്റി പറഞ്ഞാൽ, എനർജി ഗ്യാപ്പ് നമ്മൾ പറയുന്നത് ഈ ഇപ്പം നമുക്ക് ഇവിടെ ഒന്ന് എഴുതാം, എന്നിട്ട് അവിടോട്ട് നോക്കാം. ഇതാണ് നമ്മുടെ സ്പ്ലിറ്റിംഗ്. താഴെ എത്ര ഗ്രൂപ്പ് ഉണ്ട്, താഴെ 2 എണ്ണം, മുകളിൽ യു ഹാവ് 3 അല്ലേ, താഴെ 2 യു ഹാവ് മുകളിൽ 3. സോ ദിസ് ഈസ് കോൾഡ് E ആൻഡ് ദിസ് ഈസ് കോൾഡ് T2. ഓക്കെ, ഇനി ഈ ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലേ, ഈ ഈയുടെയും T2നും തമ്മിലുള്ള ടോട്ടൽ എനർജി ഡിഫറൻസ് നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്, ΔT എന്നാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ΔT. ദ T റെപ്രസെൻറ്റ്സ് എന്താണ്, T റെപ്രസെൻറ്റ്സ് ടെട്രാഹെഡ്രൽ കോംപ്ലക്സ്. ഓക്കെ, T റെപ്രസെൻറ്റ്സ് ടെട്രാഹെഡ്രൽ കോംപ്ലക്സ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ എടുക്കുന്നത് 10dQ. DQ ടേംസ് ആണെങ്കിൽ 10dQ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇനി മുകളിലോട്ടും താഴെ ഇത് ബാരി സെൻറ്റർ അല്ലേ, ഈ വരച്ചിരിക്കുന്നത് ഇറ്റ് ഈസ് കോൾഡ് ആവറേജ് എനർജി കോൾഡ് ബാരി സെൻറ്റർ. ഇതിൽ നിന്ന് മുകളിലോട്ടുള്ളത് ഇറ്റ് ഹാവ് 0.4 ΔT.
ഓക്കെ, ഇറ്റ് ഈസ് 0.4 ഡെൽറ്റ ടി. അപ്പോൾ ഇവിടെ നിന്ന് താഴോട്ടുള്ളത് എന്താണ്? 0.6 ഡെൽറ്റ ടി. ഓക്കെ, എപ്പോഴും ഓർത്തോളാം, മുകളിൽ 3 ലിഗാൻഡ്സ് മുകളിൽ 3 ഓർബിറ്റൽസ് പോവുകയാണെങ്കിൽ നിങ്ങൾ ഇടേണ്ട വാല്യൂ കൊച്ചു വാല്യൂ ആയ 0.4 ആണ്. മുകളിൽ നിന്നല്ല, ഏത് സൈഡിലായിട്ടാണോ 3 ഓർബിറ്റൽസ് ഉള്ളത് അവിടോട്ട് നിങ്ങൾ എത്ര വാല്യൂ ഇടണം? 0.4 ഇടണം. 2 എണ്ണമുള്ള ഭാഗത്തോട്ട് നിങ്ങൾ എത്ര ഇടണം? ചെറിയ വാല്യൂ ആയ 0.6 ഇടണം. ഇതിൻ്റെ അടുത്ത സ്ലൈഡിൽ ഞാൻ എന്തുകൊണ്ടാണ് ഒരിടത്ത് 0.4ഉം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, ഈ ക്ലാസ്സിൽ പറയാമെന്ന്, ഈ ക്ലാസ്സിൽ നമ്മൾ പറയാം എന്തുകൊണ്ടാണെന്ന് പറയാം. ഇപ്പോൾ ഇത്ര അറിയാം, എന്താണ് ഈ ഓർബിറ്റലും T2 ഓർബിറ്റൽസും സ്പ്ലിറ്റ് ചെയ്യുന്ന എനർജി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ ടി ആണ്. ഇനി ഒരു കാര്യം ടെട്രാഹെഡ്രൽ കോംപ്ലക്സിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇപ്പം ഇതായിരുന്നു നമ്മുടെ 2 ആക്സിസ്. അതിൽ എന്താണ്, ഇവിടെ കൂടെയാണ് നിങ്ങളുടെ ലിഗാൻഡ് വന്നത്, നിങ്ങളുടെ ലോബ് ഇരിക്കുന്നത് ഇവിടെയാണ്. ദാറ്റ് ഈസ് T2ൻ്റെ ലോബ്സ് ഇരിക്കുന്നത് ഇവിടെയാണ്, ലിഗാൻഡ് ഇരിക്കുന്നത് എവിടെയാണ്? ഇവിടെയാണ്. ഓക്കെ, ദാറ്റ് ഈസ് ദർ ഈസ് നോ ഡയറക്റ്റ് ഇൻട്രാക്ഷൻ. പക്ഷേ ഒക്ടാഹെഡ്രൽ ഞാൻ നേരത്തെ വരച്ചു, എന്താണ്, ഇതാണ് ആക്സിസ് എങ്കിൽ ലോബ് ഇരിക്കുന്നതും ഇവിടെയാണ്, ഇലക്ട്രോൺ ലോബ് ഇരിക്കുന്നതും ഇവിടെയാണ്, ലിഗാൻഡ് ഇരിക്കുന്നതും ഇവിടെയാണ്. സോ ദർ ഈസ് എ ഡയറക്റ്റ് ഇൻട്രാക്ഷൻ. ബട്ട് ഹിയർ ദർ ഈസ് നോ ഡയറക്റ്റ് ഇൻട്രാക്ഷൻ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ സ്പ്ലിറ്റിംഗ് ഗ്യാപ്പ്, ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ 2 പേരും തമ്മിലുള്ള സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്ന ഗ്യാപ്പ്, എക്സ്റ്റെൻഡ് ഓഫ് സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ടെട്രാഹെഡ്രൽ കോംപ്ലക്സസിൽ സ്മോൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എക്സ്റ്റെൻഡ് ഓഫ് സ്പ്ലിറ്റിങ്ങിനെ പറ്റി കൂടുതൽ നമ്മൾ കാണും. ഈ പറഞ്ഞിരിക്കുക, ദർ ഈസ് ഓൺലി ലെസ് എക്സ്റ്റെൻഡ് ഓഫ് സ്പ്ലിറ്റിംഗ് ബിറ്റ്വീൻ ഈ ഓർബിറ്റൽ ആൻഡ് T2 ഓർബിറ്റൽസ് അല്ലെങ്കിൽ ടെട്രാഹെഡ്രൽ കോംപ്ലക്സസിന് എക്സ്റ്റെൻഡ് ഓഫ് സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ ആയിരിക്കും. ഓക്കെ, അതിന് നമ്മൾ പറയുന്നുണ്ട് ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഹാഫ് ഓഫ് ഡെൽറ്റ ഒ എ ആകാറുള്ളൂ. ഓക്കെ, ഡെൽറ്റ ഒയുടെ സ്പ്ലിറ്റിങ്ങിൽ ജസ്റ്റ് ഹാഫ് മാത്രമേ എവിടെ സ്പ്ലിറ്റ് ചെയ്യാറുള്ളൂ? ടെട്രാഹെഡ്രലിൻ്റെ സ്പ്ലിറ്റ്. അപ്രോക്സിമേറ്റ് ആണ് ഈ വാല്യൂ. ഡെൽറ്റ ടി ഉണ്ടാവാറുള്ളൂ, സ്പ്ലിറ്റിംഗ് ഉണ്ടാവാറ്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നിങ്ങൾക്ക് ഒക്ടാഹെഡ്രലിൽ എങ്ങനെയാണ് സ്പ്ലിറ്റിംഗ് നടക്കുന്നതെന്നും ടെട്രാഹെഡ്രലിൽ എങ്ങനെയാണ് സ്പ്ലിറ്റിംഗ് നടക്കുന്നതെന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് പോകാം. സോ ബാക്കി കാര്യങ്ങളെന്ന് വെച്ചാൽ ഇപ്പോൾ എന്തായി? സ്പ്ലിറ്റിംഗ് ആയി. ഇപ്പം ലിഗാൻഡ് വന്നുകൊണ്ടിരിക്കുന്നു. ലിഗാൻഡ് വരുമ്പോൾ എന്ത് പറ്റുന്നു? മെറ്റലിൻ്റെ ഓർബിറ്റൽസ് സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെങ്കിൽ ഇനി നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ, ഈ മെറ്റൽസിൻ്റെ ഓർബിറ്റൽ സ്പ്ലിറ്റ് ചെയ്താൽ മെറ്റലിൽ ഓൾറെഡി കുറേ ഇലക്ട്രോൺസ് ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം. ആ ഇലക്ട്രോൺസിനെയൊക്കെ നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യും എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അതിനുവേണ്ടി ഞാനൊരു സിസ്റ്റം എടുക്കുന്നു. ഫസ്റ്റ് നമുക്ക് നമുക്ക് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് പഠിക്കാം. ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൻ്റെതാണ് ഞാൻ ഫസ്റ്റ് പറയാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ട് പോകത്തുള്ളൂ? ടെട്രാഹെഡ്രൽ കോംപ്ലക്സിലോട്ട് പോകത്തുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ഞാനിവിടെ ഒരു കോംപ്ലക്സ് എടുക്കുന്നു. ദാറ്റ് ഈസ് ടൈറ്റാനിയം, so here I am taking a complex titanium H2O 6 times and 3 plus. Okay, H2O 6 times and 3 plus. Okay, ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നു ഈ ടൈറ്റാനിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ് ഈ കോംപ്ലക്സിൽ? ഇറ്റ് ഈസ് ടൈറ്റാനിയം 3+. ഓക്കെ, ഇനി അടുത്ത കണ്ടുപിടിക്കേണ്ടത് ടൈറ്റാനിയം 3+ൻ്റെ എന്താണ്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ടൈറ്റാനിയം 3+ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? ടൈറ്റാനിയത്തിൻ്റെത് ഇറ്റ് ഈസ് 3d2 and 4s2 ആണ്. ദറ്റ് ഈസ് 3d2 and 4s2 ആണ്. സോ ടൈറ്റാനിയം 3+ എന്ന് പറഞ്ഞാൽ D1, അതിലുള്ള ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? D1. അപ്പോൾ നമ്മൾ ഈ സിസ്റ്റത്തിനെ വിളിക്കും D1 സിസ്റ്റം എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ എന്താണ്? ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ്ങിലാണ് നിൽക്കുന്നത്. സോ നമുക്കിവിടെ നമ്മുടെ ഓർബിറ്റൽസ് ഇപ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഫസ്റ്റ് നമുക്ക് 5 ഓർബിറ്റൽസ് ഉണ്ടായിരുന്നു. ദിസ് ഈസ് എ ഫ്രീ മെറ്റൽ, അല്ലെങ്കിൽ D1 എന്ന് പറയുന്ന ഫ്രീ മെറ്റൽ അല്ലേ? D1 ആയിട്ട് ഇപ്പോൾ ഫ്രീ ലിഗാൻഡ് വന്നാലും വന്നില്ലെങ്കിലും ഇതെന്തിൽ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്? D1 സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അടുത്ത ലിഗാൻഡ് കുറച്ച് ദൂരെ നിന്ന് വരുമ്പോൾ അതൊരു ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റേറ്റിലോട്ട് പോകുന്നു. ദാറ്റ് ഈസ് എന്താണ്? സ്പെറിക്കൽ ഫീൽഡായിട്ട് സറൗണ്ട് ചെയ്താൽ ഇറ്റ്സ് എനർജി ഗെറ്റ് ഇൻക്രീസ്ഡ്. ഇവിടെയും D1 ആണ്. അപ്പോൾ D1 ആയതുകൊണ്ട് ഇവിടെ എനിക്കൊരു ഇലക്ട്രോൺ എഴുതാമല്ലോ. സോ ഐ ഹാവ് റിട്ടൺ 1 ഇലക്ട്രോൺ ഹിയർ, ഐ ഹാവ് റിട്ടൺ 1 ഇലക്ട്രോൺ ഹിയർ. ഓക്കെ, നെക്സ്റ്റ് എന്താ പറ്റുന്നതെന്നാൽ ഇറ്റ് ഈസ് ആൻ ഒക്ടാഹെഡ്രൽ ഫീൽഡ് അല്ലേ? കാരണം 6 ഓർബിറ്റൽസ് ഉണ്ട്. സോ ഇറ്റ് ഈസ് ആൻ ഒക്ടാഹെഡ്രൽ ഫീൽഡ്. സോ ഒക്ടാഹെഡ്രൽ ഫീൽഡ് ആയതുകൊണ്ട് ഇത് സ്പ്ലിറ്റ് ചെയ്യുന്നു അല്ലേ? ഇതെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നു? ലോവർ
T2G, ഒക്ടാഹെഡ്രൽ മറന്നുപോയില്ലല്ലോ. ലോവർ T2G ആൻഡ് അപ്പർ EG. ലോവർ T2Gയിൽ എത്ര ഓർബിറ്റൽസ് ഉണ്ട്? 1 2 3. ഹയർ EGയിൽ എത്രയുണ്ട്? 2. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ്, അപ്പോൾ ഇവിടെ ഒരു D1 ഇലക്ട്രോൺസ് ഉണ്ട്. നിങ്ങളുടെ ലിഗാൻഡ് വന്നു, ലിഗാൻഡും മെറ്റലായിട്ട് കോർഡിനേറ്റ് ബോണ്ടൊക്കെ ഫോം ചെയ്തു. ആ കൂടി വ്യത്യാസം വന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ ഓർബിറ്റൽസിൻ്റെ എനർജി ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്തു. നൗ ദ D1 ഇലക്ട്രോൺസ് എവിടെയായിരിക്കും ഓക്യുപ്പൈ ചെയ്യുക? ലോവർ എനർജിയായ ഈ D1ൽ, ഇത് T2G1ലായിരിക്കും ഓക്യുപ്പൈ ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മുടെ ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ വെറുതെ അറേഞ്ച് ചെയ്താൽ പോരാ, നമ്മളിനി ഇത്രയൊക്കെ നിങ്ങൾ എന്താണ്, ഇങ്ങനെ വെറുതെ ഇരുന്ന ഒരു മെറ്റലിനെ നിങ്ങൾ എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്ത് 2 എനർജി ലെവൽസിലൊക്കെ കൊണ്ടുവന്നു. അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എന്താണ് അഡ്വാൻറ്റേജ് ഇവിടെ നിന്ന് ഉണ്ടാകണം അല്ലേ? അപ്പോൾ അതൊക്കെ എന്താണെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ. ഇനി അടുത്തൊരു കാര്യം കൊണ്ട് ഇവിടെ നമുക്ക് നോക്കേണ്ടത്, ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു താഴോട്ടുള്ള എനർജി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? താഴോട്ടുള്ള എനർജീസ് എന്താണ്? മൈനസ് ഇറ്റ് ഈസ് 0.4ഉം അപ്പറിലോട്ടുള്ള എനർജി എന്താണ്? ഇറ്റ് ഈസ് 0.6ഉമാണ്. ഓക്കെ, താഴോട്ടുള്ളത് ഇറ്റ് ഈസ് എന്താണ്? -4 ΔTയും മുകളിലോട്ടുള്ളത് 0.6ഉമാണ്. ഇനി നമുക്കിവിടെ ഒരു എനർജി ടേം കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് കോൾഡ് ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി. യു ഹാവ് ടു ഫൈൻഡ് ആൻ എനർജി കോൾഡ് ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി. ഈ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -0.4. ഓക്കെ, ദാറ്റ് ഈസ് നോക്കൂ, ഈ 0.4 വന്നത് ഈ 0.4 ആണ്. എന്തുകൊണ്ട് മൈനസ് വന്നതോ? കാരണം ഈ എനർജി 0നെക്കാളും താഴോട്ട് നിൽക്കുന്ന ഒരു എനർജി ആയതുകൊണ്ടാണ് നമ്മളതിനെ വിട്ട് എന്താണ് -0.4 ഇൻറ്റു നമ്മളെടുക്കുന്ന നമ്പർ ഓഫ് ഓർബിറ്റൽസിൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ T2G ഓർബിറ്റൽസ്. ഇവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ T2G ഓർബിറ്റൽസ് എന്താണ്? 1. തീർന്നില്ല ഇക്വേഷൻ. പ്ലസ് 0.6 ഇൻറ്റു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ EG ഓർബിറ്റൽസ്. ഓക്കെ, ഈ 0.6 വന്നത് എവിടെ നിന്നാണ്? ഈ 0.6 ആണ്. എന്തുകൊണ്ട് പ്ലസ് വന്നു? 0നെക്കാളും ഹയർ എനർജിയിലാണ് 0.6. സോ ഇറ്റ് ഈസ് 0.6 ഇൻറ്റു EG. ദാറ്റ് ഈസ്, അപ്പം നമ്മൾ ഈ ടൈറ്റാനിയം 3+നാണ് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് എന്ത് കിട്ടും? -0.4 ഇൻറ്റു 1 ദാറ്റ് ഈസ് -0.4. കാരണം എന്താണ്? 6ൻ്റെ ഇവിടെ EGയിലൊന്നും ഇലക്ട്രോൺസ് ഇല്ലല്ലോ. സോ ഇറ്റ് ബിക്കംസ് -0.4. എന്താണ് ഇക്വേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നോക്കൂ, നോർമൽ കേസിൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഒന്നും നടന്നിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ഇരിക്കുന്ന 1 ഇലക്ട്രോൺ ഏത് എനർജിയിലാണ്? ഈ ഒരു പർട്ടിക്കുലർ എനർജിയിലാണ് ഇരിക്കുന്നത് അല്ലേ? ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് നടന്നതിന് ശേഷം നിങ്ങൾ നോക്കൂ, ആ 1 ഇലക്ട്രോൺ എവിടെയാണ് ഇപ്പോൾ ഇരിക്കുന്നത്? ഇതിനേക്കാളും, ഇതല്ലേ നമ്മൾ അവിടെ നിന്ന് വരച്ചുകൊണ്ടുവന്ന എനർജി ലെവൽ, അവിടെ നിന്ന് വരച്ചുകൊണ്ടുവന്ന എനർജി ലെവലിനേക്കാളും കുറച്ച് താഴ്ന്നല്ലേ ഇരിക്കുന്നത്. ദാറ്റ് ഈസ് ദ സിസ്റ്റം ഗോട്ട് സം സ്റ്റെബിലൈസേഷൻ അല്ലേ? സിസ്റ്റത്തിന് സം സ്റ്റെബിലൈസേഷനിൽ ഗോട്ട് സം എക്സ്ട്രാ സ്റ്റെബിലൈസേഷൻ. പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ? നോർമൽ കേസിൽ നമ്മുടെ മെറ്റലിൻ്റെ ഈ 1 ഇലക്ട്രോൺ ഏത് ലെവലിലാണ് ഇരിക്കുന്നത്? ഈ ഒരു ലെവലിലാണ് ഇരിക്കുന്നത്. അതിനേക്കാളും ലോവർ എനർജി സ്റ്റേറ്റിലോട്ട് ഇരിക്കാൻ പറ്റി. എന്തുകൊണ്ടാണ് പറ്റിയത്? ബിക്കോസ് ഓഫ് ദ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത. അതിനെയാണ് നമ്മൾ പറയുന്നത്. അപ്പം ഈ സിസ്റ്റത്തിന് എന്ത് പറ്റി? ഒരു എക്സ്ട്രാ എനർജി കിട്ടി, എക്സ്ട്രാ സ്റ്റെബിലൈസേഷൻ എനർജി കിട്ടി. ആ എക്സ്ട്രാ സ്റ്റെബിലൈസേഷൻ എനർജിയാണ് നമ്മൾ പറയുന്നത് എന്താണ്? ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഞാനിവിടെ ഡെഫിനേഷൻ എഴുതിയിരുന്നത്. Owing to this, here you can see, owing to the splitting of d orbitals in a complex, the system gains an extra stability due to the rearrangement of d electrons, preferentially filling in the d levels of lower energy. അല്ലേ? നമ്മുടെ എന്ത് പറ്റി? സ്പ്ലിറ്റിംഗ് നടന്നത് കാരണം നമ്മുടെ ഇലക്ട്രോൺസ് എന്ത് പറ്റുന്നു? ഡി ഇലക്ട്രോൺസ് പ്രിഫറൻഷ്യൽ ലോവർ എനർജി ലെവലിലോട്ട് ഫില്ല് ചെയ്തു. അപ്പോൾ ആ കോംപ്ലക്സിന് കിട്ടിയ എക്സ്ട്രാ സ്റ്റെബിലിറ്റിയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇനി മുതൽ അപ്പം നമുക്കൊരു സിസ്റ്റം കിട്ടിയാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ഈ പറഞ്ഞ ടൈറ്റാനിയം H2O3+ എന്ന് പറഞ്ഞ് ഞാനിപ്പം പറഞ്ഞൊരു എക്സാമ്പിൾ എടുത്തതുപോലെ നിങ്ങൾക്കിനി ഏതൊരു സിസ്റ്റം കിട്ടിയാലും ആ സിസ്റ്റത്തിൻ്റെ എന്ത് കണ്ടുപിടിക്കുക? ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി കണ്ടുപിടിക്കുക. ആ വാല്യൂവിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ കോംപ്ലക്സ് സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതാണ് ഈ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജിയുടെയും അതുപോലെ തന്നെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളും കൂടെ അതിനെ പറഞ്ഞു തരാം.
ഇപ്പം നേരത്തെ എടുത്ത അത് തന്നെ എടുക്കാം. ദറ്റ് ഈസ് എന്താണ്, ടൈറ്റാനിയം. നമ്മളിനി ആ എനർജി ടേം പറയുന്നത് ഓക്കെ, അല്ലെങ്കിൽ അതിലോട്ട് ഞാൻ അടുത്ത വരാം. ഇനി ഞാൻ അടുത്ത പറയാൻ പോകുന്നത്, അടുത്ത ഞാൻ വേറൊരു സിസ്റ്റം എടുക്കുന്നു. എന്താണ്, Fe. അടുത്തൊരു സിസ്റ്റം എടുക്കുന്നു, Fe. രണ്ട് സിസ്റ്റം Fe F6, Fe F6 3-. അതുപോലെ തന്നെ അടുത്തൊരു സിസ്റ്റം Fe CN6 3-. ഓക്കെ, രണ്ടിടത്തും 3-. ഓക്കെ, രണ്ടിടത്തും മെറ്റൽ ഏത് സ്റ്റേറ്റിലാണ്? മെറ്റൽ എക്സിസ്റ്റിൻ്റെ Fe 3+ സ്റ്റേറ്റ്. ഓക്കെ, Fe 3+ സ്റ്റേറ്റ് ആണ്. ഇനി അടുത്ത കാര്യം എന്താണ്, അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കണ്ടുപിടിക്കുക. സോ ഇറ്റ് ഈസ് ഇൻ്റെ D5. Fe 3+ൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. Fe 3+ ഏത് സ്റ്റേറ്റിലാണ്? D5 സ്റ്റേറ്റിലാണ്. ഓക്കെ, Fe 3+ൻ്റെ D5 സ്റ്റേറ്റ്. അപ്പോൾ ഇനി അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്നത്, എനിക്ക് എന്തൊക്കെ ചെയ്യണം, ഈ Fe F6 3-ൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് നടന്നു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് എങ്ങനെ ഫില്ല് ചെയ്യുന്നു, അവിടെ കിട്ടുന്ന ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി എത്ര, അതുപോലെ തന്നെ Fe CN6 3- ആകുമ്പോൾ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് നടന്നതിന് ശേഷം ഇലക്ട്രോൺസ് എങ്ങനെ ഫില്ല് ചെയ്യുന്നു, അവിടെയും എനിക്ക് എന്ത് കണ്ടുപിടിക്കണം, ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് യു വിൽ സ്റ്റാർട്ട് വിത്ത് Fe F6 3-. അപ്പം ഞാൻ ഇതങ്ങ് മായ്ക്കുകയാണ്. ജസ്റ്റ് ഇനി അടുത്തത് ഞാൻ എഴുതുന്നത്, ഇവിടെ എന്താണ്, യു ഹാവ് എ സ്ട്രോങ് വീക്ക്, ഇതിനെ നമ്മൾ ഇറ്റ് ഈസ് എന്താണ്, വീക്ക് ഫീൽഡ് ലിഗാൻഡ് ഉണ്ട്. ഇവിടെ യു ഹാവ് എ ഫ്ലൂറിൻ ലിഗാൻഡ്. ഇവിടെ എന്താണ്, ഇറ്റ് ഈസ് എ സയനൈഡ് ലിഗാൻഡ്, ദാറ്റ് ഈസ് സ്ട്രോങ് ഫീൽഡാണ്. നമുക്കുള്ള സിസ്റ്റം എന്ന് പറഞ്ഞാൽ Fe 3+ ആണ് അല്ലേ, നമ്മുടെ കയ്യിലിരിക്കുന്ന സിസ്റ്റം Fe 3+ ആണ്. ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് യു ഹാവ് 1 2 3 4 5. ഓക്കെ, 1 2 3 4 5. ഇനി ഞാൻ ആ സ്പെറിക്കൽ ഹൈപ്പോത്തറ്റിക്കൽ അതൊന്നും നമുക്ക് വേണ്ട. ജസ്റ്റ് നിങ്ങൾ ചിന്തിക്കുക, ഒരു ബെയർ മെറ്റൽ ആണെങ്കിൽ ഇറ്റ് ഈസ് ഇൻ ദ ഇതാണ് 5 d ഓർബിറ്റൽസ് ഉണ്ട്. ആ 5 d ഓർബിറ്റൽസ് Fe 3+ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, D5 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. യു ഹാവ് 5 ഇലക്ട്രോൺസ്. എങ്ങനെ 5 ഇലക്ട്രോൺസ് നമുക്ക് അറേഞ്ച് ചെയ്യാം, 1 2 3 4 5. ഓക്കെ, 5 ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്തു. നെക്സ്റ്റ് അടുത്ത എന്തായിരിക്കും നടക്കേണ്ടത്, ലിഗാൻസ് അപ്രോച്ച് ചെയ്യുന്നു. ലിഗാൻസ് അപ്രോച്ച് ചെയ്യുമ്പം ഈ 5 d ഓർബിറ്റൽസിന് ദേ ഷുഡ് ഒക്കെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് നടക്കണം. ഓക്കെ, ഇനി ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് നടക്കുമ്പം, അപ്പോൾ ഇനി അടുത്ത കേസ് നമ്മൾ ഇത്ര നാൾ വെറുതെ മെറ്റലിൻ്റെ മാത്രമേ പറഞ്ഞുള്ളൂ. മെറ്റലിന് സ്പ്ലിറ്റിംഗ് നടക്കും. എങ്ങനെയൊക്കെ, T2G എന്നും EG എന്നും 2 ലെവലായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് യു ഹാവ് ടു കൺസിഡർ ദ ലിഗാൻഡ്. അടുത്ത കേസിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് ലിഗാൻഡിനെ പറ്റിയൊക്കെ വിവരം വന്നു. അപ്പോൾ എന്ത് പറ്റുന്നു, യു ഹാവ് ടു കൺസിഡർ ദ ലിഗാൻഡ്. സോ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്റ്റെൻഡ് ഓഫ് സ്പ്ലിറ്റിംഗ് വളരെ സ്മോൾ ആയിരിക്കും. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ ദർ ഇസ് എ ഗ്രേറ്റ് എക്സ്റ്റെൻഡ് ഓഫ് സ്പ്ലിറ്റിംഗ്. ദറ്റ് ഈസ് സയനൈഡ് ഈസ് എ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് അല്ലേ. സയനൈഡിൻ്റെ പ്രസൻസിൽ നിങ്ങളുടെ ലിഗാൻഡ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ മെറ്റൽ ഓർബിറ്റൽസ് സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഡെൽറ്റ ഒ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, വളരെ ലാർജ് ആയിരിക്കും. ദാറ്റ് ഈസ് ഇറ്റ് ഗോട്ട് മോർ എക്സ്റ്റെൻഡ് ഓഫ് സ്പ്ലിറ്റിംഗ്. അതേ സമയത്ത് ഇഫ് ഇറ്റ് ഈസ് എ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ദെൻ ദ സ്പ്ലിറ്റിംഗ് എങ്ങനെയായിരിക്കും നടക്കാൻ പോവാം, ലൈക്ക് ദിസ് 2 ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 3. ഓക്കെ, പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ദാറ്റ് ഈസ് ഡെൽറ്റ ഒയുടെ വാല്യൂ ഈ കേസിൽ എന്തായിരിക്കും, സ്മോൾ ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് നേച്ചർ ഓഫ് ദ ലിഗാൻഡ് അഫക്റ്റിംഗ് ദ സ്പ്ലിറ്റിംഗ് ഓഫ് മെറ്റൽ ഓർബിറ്റൽസ്. ആദ്യത്തെ കേസ് നമ്മൾ പറയുന്നതാണ്, ലിഗാൻഡ്സ് വരുന്നു, ആ റിപ്പൾഷൻസ് കാരണം, ലിഗാൻഡിൻ്റെ ഇലക്ട്രോൺസും മെറ്റലിൻ്റെ ഇലക്ട്രോൺസുമുള്ള റിപ്പൾഷൻസ് കാരണം ലിഗാൻഡ്സിൻ്റെ ഓർബിറ്റൽസ് 2 ഗ്രൂപ്പായിട്ട് മാറുന്നു എന്നുള്ളതുള്ള. ആ 2 ഗ്രൂപ്പ് ഏത് എക്സ്റ്റെൻഡ് വരെ ആ 2 ഗ്രൂപ്പിംഗ് നടക്കുമെന്നുള്ളത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നേച്ചർ ഓഫ് ലിഗാൻഡ്. ഇഫ് ഇറ്റ് ഈസ് എ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ദർ വിൽ ബി എ സ്മോൾ സ്പ്ലിറ്റിംഗ്, ആൻഡ് ഇഫ് ഇറ്റ് ഈസ് എ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ദർ ഇസ് എ ലാർജ് സ്പ്ലിറ്റിംഗ്. ഓക്കെ, നെക്സ്റ്റ് അപ്പം എന്ത് പറ്റി, വീക്ക് ഫീൽഡ് ലിഗാൻഡിൽ ഇങ്ങനെയാണ് സംഭവിച്ചത്, സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡിൽ ഇങ്ങനെ സംഭവിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, യു ഹാവ് ടു ഫൈൻഡ് ഔട്ട്, ഇനി എന്ത് ചെയ്യണം, ഈ ഇലക്ട്രോൺസ്, ഈ 5 ഇലക്ട്രോൺസിന് ഇവിടെ എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്യണം അല്ലേ. കാരണം കോംപ്ലക്സ് ഉണ്ടാകുമ്പം ഇനി എവിടെ വേണം അറേഞ്ച് ചെയ്യാൻ, ദിസ് ഈസ് ഫ്രീ മെറ്റലാണ് അല്ലേ. ദിസ് ഈസ് എന്താണ്, ഫ്രീ മെറ്റലാണ്. കോംപ്ലക്സ് ഉണ്ടാകുമ്പോൾ മെറ്റലിൻ്റെ ഓർബിറ്റൽസ് എങ്ങനെയാണ്, ഇങ്ങനെയും ഇങ്ങനെയുമാണ് ഇരിക്കുന്നത്. സോ നൗ ദീസ് 5 ഇലക്ട്രോൺ ഹാസ് ടു ബി അറേഞ്ച്ഡ് ഹിയർ ആൻഡ് ഓൾസോ ഹിയർ.
അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടുത്തെ 5 ഇലക്ട്രോൺസ് നമുക്ക് വയ്ക്കണം. ഫസ്റ്റ് ഇലക്ട്രോൺസ് പ്രശ്നമൊന്നുമില്ല, ഫസ്റ്റ് വൺ ഇവിടെ, സെക്കൻഡ് വൺ ഇവിടെ, തേർഡ് വൺ ഇവിടെ. ഓക്കെ, നെക്സ്റ്റ് ദ ക്വസ്റ്റ്യൻ കംസ് where the fourth electron will go, whether it goes here or it goes here. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയണമെങ്കിൽ നമ്മൾ 2 എനർജി ടേംസിനെ പറ്റി അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് വൺ ഈസ് ഓഫ് കോഴ്സ് ദിസ് ഡെൽറ്റ ഒ. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എനർജി ടേം എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെൽറ്റ ഒ ആണ്. സെക്കൻഡ് യു ഹാവ് ടു നോ അബൌട്ട് ദ പെയറിംഗ് എനർജി പി. ഓക്കെ, എൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞത് ഇതുവരെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദിസ് ഈസ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഫ്രീ മെറ്റൽ. ആ ഫ്രീ മെറ്റലിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫ്രീ മെറ്റലിലായിരിക്കുന്നു, അത് കോംപ്ലക്സ് ആയി കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ കോർഡിനേഷൻ കോമ്പൗണ്ട് ഫോം ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് ഈ ഇലക്ട്രോൺസിനെ എന്താണ്, ആ കോർഡിനേഷൻ കോമ്പൗണ്ടിനകത്തുള്ള ഓർബിറ്റൽസിനകത്ത് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യണം. കോർഡിനേഷൻ കോമ്പൗണ്ട് ആയി കഴിയുമ്പോൾ മെറ്റലിൻ്റെ ഡി ഓർബിറ്റൽസ് എങ്ങനെയാണ് ഇരിക്കുന്നത്, 2 സെറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യണം, അവിടെ അറേഞ്ച് ചെയ്യണം. അവിടെ നിന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ലോവർ എനർജിയിൽ നിന്ന് അറേഞ്ച് ചെയ്ത് തുടങ്ങുക. സോ ഇറ്റ് ഈസ് 1 2 3. ഇനി പ്രശ്നം 4th ഇലക്ട്രോൺസ് ആണ്, അത് ഇവിടെ വയ്ക്കണമോ അതോ മുകളിൽ EGയിൽ വയ്ക്കണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഉത്തരം കിട്ടണമെങ്കിൽ യു ഹാവ് ടു നോ അബൌട്ട് 2 എനർജി ടേംസ്. ഫസ്റ്റ് വൺ ഈസ് ഡെൽറ്റ ഒ ആൻഡ് അനദർ വൺ ഈസ് പെയറിംഗ് എനർജി. പെയറിംഗ് എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊരു ഓർബിറ്റിൽ വരച്ചു, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, അതിൻ്റെ ആ ഒരു നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസിൽ നിങ്ങൾ അടുത്തൊരു ഇലക്ട്രോണിനെയും കൂടെ എടുത്ത് വയ്ക്കുക. അത് വെറുതെ അങ്ങ് ഇരിക്കത്തില്ല, ദർ റിക്വയർസ് സം എനർജി. അവിടെ കുറച്ച് എനർജി ഉണ്ടെങ്കിൽ മാത്രമേ നെഗറ്റീവായിട്ടുള്ള ഇലക്ട്രോണിൻ്റെ അടുത്തോട്ട് നിങ്ങൾക്ക് വീണ്ടും ഒരു നെഗറ്റീവായിട്ടുള്ള ഇലക്ട്രോൺസിനെ വയ്ക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പെയർ ചെയ്ത് വയ്പ്പിക്കാൻ വേണ്ടി നിങ്ങൾ കൊടുക്കുന്ന എക്സ്ട്രാ എനർജിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പെയറിംഗ് എനർജി. എന്താണ് പറയുന്നത്, പെയറിംഗ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അതിനാണ് നമ്മൾ പറയുന്നത് പെയറിംഗ് എനർജി. സോ നമുക്ക് നോക്കണം. അപ്പം എപ്പോഴും സിസ്റ്റം രണ്ടും എക്സ്പെൻസാണ്. ഒന്നെന്ന് പറഞ്ഞാൽ എന്താണ്, 4ാമത്തെ ഇലക്ട്രോൺ ഒന്നുകിൽ എന്ത് ചെയ്യുക, ഈ ഡെൽറ്റ ഒ എന്ന് പറയുന്ന ഒരു എനർജി അബ്സോർബ് ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ സിസ്റ്റം അക്വയർ ചെയ്തിട്ട് 4ാമത്തെ ഇലക്ട്രോൺ എവിടെ ഇരിക്കണം, ഇവിടെ ഇരിക്കണം. ഓക്കെ, അതും എനർജി എക്സ്പെൻസ് ഉള്ള കാര്യമാണ്. അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പെയറിംഗ് എനർജി പി എന്ന് പറയുന്ന ഒരു എനർജി കൊടുത്തിട്ട് അത് എവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കാം. ഓക്കെ, അപ്പോൾ രണ്ടും എക്സ്പെൻസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സിസ്റ്റം നോക്കും കൂട്ടത്തിൽ ഏറ്റവും എക്സ്പെൻസ് കുറഞ്ഞത് ആരാണ്, പെയറിംഗ് എനർജി പി ആണോ എക്സ്പെൻസ്. നമ്മൾ അങ്ങനെയല്ല, എപ്പോഴും എക്സ്പെൻസ് കുറഞ്ഞതേ നോക്കത്തുള്ളൂ. സോ സിസ്റ്റവും അതുപോലെ തന്നെയാണ്, എക്സ്പെൻസ് കുറഞ്ഞ ഒരു എനർജിയിലോട്ട് നോക്കും. സോ പെയറിംഗ് എനർജി പി ആണോ കുറവ് അതോ ഡെൽറ്റ ഒ ആണോ കുറവെന്ന് നോക്കും. ഇനി ഓൾറെഡി ഞാൻ പറഞ്ഞു, സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ ഡെൽറ്റ ഒ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഹൈ ആയിരിക്കും. നമുക്ക് പെയറിംഗ് എനർജിയെ പറ്റി പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും നമുക്ക് പറ്റത്തില്ല. നമുക്ക് പറ്റുന്നത് ആരെ മാത്രമേ ഉള്ളൂ, ഡെൽറ്റ ഒയെ മാത്രമേ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പെയറിംഗ് എനർജിയെ പറ്റി ചിന്തിക്കേണ്ട, നിങ്ങൾ ആരെ നോക്കിയാൽ മതി. പെയറിംഗ് എനർജി വലുതാണെങ്കിൽ ഉറപ്പിച്ചോളാം, ഡെൽറ്റ നമുക്ക് പെയറിംഗ് എനർജിയെ പറ്റി അറിയത്തില്ല, നമുക്കറിയാമെന്നുള്ളത് ആരേ ഉള്ളൂ, ഡെൽറ്റ ഒ മാത്രമേ അറിയാവുള്ളൂ. ഓക്കെ, സോ ഡെൽറ്റ ഒ ഇഫ് യു നോ ഇറ്റ് ഈസ് ഹൈ, ദെൻ എന്ത് ചെയ്യുക, നിങ്ങൾ ചിന്തിച്ചോളാം പെയറിംഗ് എനർജി ലോ ആയിരിക്കും. ഇനി ഡെൽറ്റ ഒ സ്മോൾ ആണെങ്കിൽ യു തിങ്ക് ദാറ്റ് പെയറിംഗ് എനർജി ഈസ് ഹൈ എന്നുള്ള രീതിയിൽ പോവാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ ഡെൽറ്റ ഒ ഈസ് ഓൾവേസ് ഹൈ ആണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ സിസ്റ്റം എന്ത് ചെയ്യുന്നു, പെയറിംഗ് എനർജി കൊടുത്തിട്ട് 4th ഇലക്ട്രോൺസിനെ ഇവിടെ ഇരുത്തും, 5th ഇലക്ട്രോൺസിനെ ഇവിടെ ഇരുത്തും. ഓക്കെ, പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? In the case of strong field ligand, the extent of splitting of T2G and EG orbitals is very high, so the 4th electrons will get paired in the T2G level. ഇനി അടുത്ത കേസിൽ ഇപ്പം നിങ്ങളുടെ കേസിൽ ഒരു 7 ഇലക്ട്രോൺ ആണെങ്കിൽ അടുത്ത എന്ത് ചെയ്യും, 6 കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ഓപ്ഷനൊന്നുമില്ല, 7 എവിടെ തന്നെ പോകത്തുള്ളൂ, മുകളിൽ തന്നെ പോകത്തുള്ളൂ. ഓക്കെ, ആ കേസിൽ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. പക്ഷേ ഡിഫൈൻ സിസ്റ്റത്തിൻ്റെ കേസിൽ ഫസ്റ്റ് എന്താണ് സംഭവിക്കുക, 5 ഇലക്ട്രോൺസ് ഗോട്ട് പെയർഡ് ഇൻ ദ T2G ലെവൽ. ഓക്കെ, ഇനി അടുത്ത ഇപ്പുറത്തെ കേസിലോട്ട് വരാം. ഇപ്പുറത്തെ കേസിലോട്ട് വരുമ്പോഴത്തേക്കിന് ഫസ്റ്റ് 1 2 3. ഓക്കെ, next system will think whether delta O is high or pairing energy is high. അപ്പം നമുക്കറിയാം, നമ്മളിവിടെ പറഞ്ഞു ലിവിക് ഫീൽഡ് ലിഗാൻഡ് ആയതുകൊണ്ട് ഡെൽറ്റ ഒയുടെ വാല്യൂ എന്താണ്, ലോ ആണ്. ദിസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് പെയറിംഗ് എനർജി ഈസ് ഹൈ. സോ ദ 4th ഇലക്ട്രോൺസ് വിൽ, ഡെൽറ്റ ഒ സ്മോൾ ആയതുകൊണ്ട് ഡെൽറ്റ ഒ വാല്യൂ ലോ ആയതുകൊണ്ട് 4th ഇലക്ട്രോൺസ് വിൽ കം ഹിയർ, ദെൻ 5th ഇലക്ട്രോൺ വിൽ കം ഹിയർ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? രണ്ടുപേരും തമ്മിലുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രോൺസിൻ്റെ അറേഞ്ച്മെൻറ്റിനൊരു ഡിഫറൻസ് വന്നല്ലോ.
അപ്പോൾ ഇതാണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ്ങും. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് നടന്നതിന് ശേഷം മെറ്റലിൻ്റെ ഇലക്ട്രോൺസിന് വരുന്ന അല്ലെങ്കിൽ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സിന് വരുന്ന ഡിഫറൻസും. ഇനി നേരത്തെ പോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ പറയാം എന്താണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി പറയാം, അതുപോലെ തന്നെ കളർ പറയാം. ആ പ്രോപ്പർട്ടീസിന് നമുക്ക് പറ്റി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പോൾ ഇത്രയും പഠിച്ചിരുന്നാൽ മതി. എന്താണ് നമ്മൾ പറഞ്ഞത്? ഒരു കോർഡിനേഷൻ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിൽ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടാവുന്നു? ഒരു മെറ്റൽ ഉണ്ടാവുന്നു. ആ മെറ്റലിൻ്റെ ഡിയോർബിറ്റൽസിന് എന്ത് സംഭവിക്കുന്നു? ഒരു സ്പ്ലിറ്റിംഗ് സംഭവിക്കുന്നു അല്ലേ? ആ മെറ്റലിൻ്റെ ഡിയോർബിറ്റൽസിന് എന്ത് സംഭവിക്കുന്നു? ഒരു സ്പ്ലിറ്റിംഗ് സംഭവിക്കുന്നു. ആ ഒരു സ്പ്ലിറ്റിംഗ് നടക്കുന്നത് കാരണം നിങ്ങളിവിടെ തന്നെ നോക്കൂ, എന്താണ് ഒറിജിനലി ആ മെറ്റലിൻ്റെ ഓർബിറ്റൽസിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിലായിരുന്നു. സ്പ്ലിറ്റിംഗ് നടന്നത് കാരണം ഇപ്പം നിൽക്കൂ 5 ഇലക്ട്രോൺസിൻ്റെയും എനർജി എന്ത് ചെയ്തു? വളരെയധികം താഴോട്ട് പോയി. ദാറ്റ് ഈസ് ദേ ഗോട്ട് സ്റ്റെബിലൈസ്ഡ് അല്ലേ? അപ്പോൾ ഈ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് നടന്നത് കാരണം ആ മെറ്റലിന് എന്ത് സംഭവിച്ചു? ഒരു സ്റ്റെബിലിറ്റി കിട്ടി. ആ സ്റ്റെബിലിറ്റിയാണ് നമ്മൾ പറയുന്നത് ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നമുക്ക് ഒരു കാര്യം കൂടെ കണ്ടുപിടിച്ചിട്ട് പോകാം. ഇവിടുത്തെ നമുക്ക് ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി ഒന്ന് കണ്ടുപിടിക്കാം ഈ രണ്ട് കേസിൽ. ഓക്കെ, ഇനി ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി കണ്ടുപിടിക്കുമ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ തുടങ്ങിയതായിരുന്നു, അത് ഇവിടെ പറയാം. ഓക്കെ, ഒന്ന് പറയാം. എന്താണ് ഫസ്റ്റ് ഈ കേസിൻ്റെ ഇപ്പം ഇത്ര മനസ്സിലായല്ലോ? അല്ലെങ്കിൽ നിൽക്കാം, നമുക്ക് ഇതൊന്ന് പറഞ്ഞു നിർത്താം. ഇത് വീക്ക് ഫീൽഡ് ആകുമ്പോൾ ഡെൽറ്റ ഒ ലോ ആണെന്നുള്ളതും ഹൈ ഫീൽഡ് ആണെങ്കിൽ സ്ട്രോങ് ഫീൽഡ് ആണെങ്കിൽ ഡെൽറ്റ ഒ ഹൈ ആണെന്നുള്ള കാര്യവും മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ അറേഞ്ച്മെൻറ്റിനും ഒരു ഡിഫറൻസ് ഉണ്ടാകുന്നു, നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത്, അപ്പോൾ നമ്മൾ പല സിസ്റ്റംസ് എടുക്കുന്നു. ആ ഓരോ സിസ്റ്റത്തിനകത്തും നമ്മൾ എന്ത് ചെയ്തു? വീക്ക് ഫീൽഡ് ആകുമ്പം അവരുടെ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി എങ്ങനെയാണ്, സ്ട്രോങ് ഫീൽഡ് ആകുമ്പോൾ അവരുടെ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. അത് അടുത്ത സ്ലൈഡിൽ ഞാൻ പറയാം. ഓക്കെ, അടുത്തതിനി പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ് നിർത്തിയ ഒരു കാര്യമായിരുന്നു, അല്ലെങ്കിൽ പറയാൻ തുടങ്ങിയ ഒരു കാര്യമായിരുന്നു. ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജിയിൽ നിന്ന് നിങ്ങൾ ആ കോംപ്ലക്സ് എങ്ങനെയാണ് സ്റ്റേബിൾ ആണോ അല്ലയോ എന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റേബിൾ ആണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഇപ്പം ഞാനത് ഇവിടെ നിർത്താം. ഓക്കെ, താങ്ക് യു.